ഹായ്, എസ് എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് തകരാൻ കാരണമാവുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ആ 3 കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും പങ്കാളിയെ എല്ലാ കാര്യത്തിലും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ പരാതി പറയുക, കുറ്റപ്പെടുത്തുക, ഈ ഒരു കാര്യം മാത്രമാണ് ചെയ്യുന്നത്. അതേസമയം മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തുറന്നു പറയാതിരിക്കുക. അതായത് നമ്മുടെ ഭാഗത്ത് കുറ്റങ്ങളൊന്നും നമ്മൾ തുറന്നു കാണിക്കില്ല, പക്ഷെ അവരുടെ ഭാഗത്ത് എപ്പോഴും കുറ്റപ്പെടുത്തലും പരാതികളും മാത്രമാവും നമ്മൾ ചെയ്യേണ്ടാവുക. ഇത് തിരിച്ചാണെന്നുണ്ടെങ്കിലും അത് മോശമാണ്. അങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളാണ് അവരെല്ലാ കാര്യത്തിനും കുറ്റപ്പെടുത്തുന്നത്, പക്ഷെ നിങ്ങളുടെ തെറ്റുകൾ മറച്ചു വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവർക്കത് സഹിക്കാൻ പറ്റില്ല. ഇപ്പം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നീ അങ്ങനെ ചെയ്തില്ലേ, നീ അങ്ങനെ ചെയ്തില്ലേ, നീ എന്താ അന്ന് അങ്ങനെ ചെയ്തത്, അത് ഭയങ്കര മോശമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി അവർക്ക് വലിയ രസം ഉണ്ടാവുമോ? ഒരിക്കലില്ല. അവർക്ക് അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങളോടുള്ള ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരും. ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം അവരുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ റിലേഷൻഷിപ്പ് ആകുമ്പോൾ ദേഷ്യമൊന്നും കുഴപ്പമില്ല, ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തീരും എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ എപ്പോഴും നമ്മളിങ്ങനെ പറയുമ്പോൾ ആ ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരും, ലാസ്റ്റ് ഒരു ബോംബായിട്ടൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓപ്പണായിട്ട് പറയുക. ക്ഷമ ചോദിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമ ചോദിക്കുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. അതേപോലെ അവരുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം എന്ന് നിങ്ങൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. അതല്ലാതെ തീയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത്. ഓൾറെഡി അവർ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കയറിയിട്ട് നീ അങ്ങനെ ചെയ്തത് ഭയങ്കര മോശമായി പോയി, നിനക്ക് 2 എണ്ണം തരണം ഞാൻ വിചാരിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുമോ? ഇല്ല. അങ്ങനെ ചെയ്യരുത്. അത് റിലേഷൻഷിപ്പ് വിട്ടു പോവാൻ അവരെ പ്രേരിപ്പിക്കുക മാത്രമേ ചെയ്യണ്ടാവുള്ളൂ. സോ അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിറ്റിസിസം മാത്രമേ ഉള്ളൂ, ഒരു അപ്രിസിയേഷൻ പോലും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവിടേക്കും കുറ്റപ്പെടുത്തൽ ഇവിടേക്കും കുറ്റപ്പെടുത്തൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഫൈറ്റാണ് അവിടെ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുമോ? ഒരിക്കലും അല്ല, നല്ലതല്ല. ഫൈറ്റുകളൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഒക്കെ സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഇപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, അവരൊരു കാര്യം പറഞ്ഞു, അത് വഴക്കിലേക്ക് അവസാനിക്കുന്നുണ്ടാവുക. അവരൊരു കാര്യം ചെയ്തു, നമ്മൾ അവരെ കുറ്റപ്പെടുത്തി. അപ്പോൾ അവരിങ്ങനെ നോക്കിയിരിക്കും, നീ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അടുത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ അവർ നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാത്രമാണ്. ഒരു അപ്രിസിയേഷൻ പോലും നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അത് എന്ത് സന്തോഷം നമുക്ക് അവിടെ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ അപ്രിസിയേഷൻ കൊടുക്കുക, അതായത് അഭിനന്ദിക്കാൻ ശ്രമിക്കുക. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ എപ്പോഴും ക്രിറ്റിസിസം മാത്രമേ ഉള്ളൂ, അപ്രിസിയേഷൻ ഒന്നും അവിടെ നടക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അപ്രിസിയേഷൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബന്ധങ്ങൾ തകരാനുള്ള മറ്റൊരു കാരണമായിട്ട് മാറാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ആശയവിനിമയം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, തുറന്നു പറയുന്നില്ല ഒന്നും എന്നുണ്ടെങ്കിൽ അതും റിലേഷൻഷിപ്പ് തകരാൻ കാരണമാവാറുണ്ട്. അതായത് നമ്മളിങ്ങനെ ആ ബന്ധം കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകട്ടെ, ഇനിയിപ്പോൾ ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പരാതിയോ സങ്കടം ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുള്ളത്. ഇങ്ങനെ നമ്മൾ സഹിച്ചിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുകയെന്നറിയോ? നമ്മൾ ഒരു പ്രാവശ്യം അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ സഹിക്കും, 2ാമത്തെ പ്രാവശ്യം എന്തെങ്കിലും ചെയ്യുമ്പോൾ സഹിക്കും, 3ാമത്തെ പ്രാവശ്യം സഹിക്കും, 4ാമത്തെ പ്രാവശ്യം നമുക്ക് സഹിക്കാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പം അങ്ങനെ കുറേ നമ്മളടുത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ദേഷ്യം വന്ന് അതിങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറുമെന്നല്ലാതെ, നമുക്ക് അവരോട് വെറുപ്പും ദേഷ്യം തോന്നും എന്നല്ലാതെ അത് റിലേഷൻഷിപ്പ് നന്നായിരിക്കാനായിട്ട് എങ്ങനെയാണ് ഗുണമാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുകയും, വീണ്ടും വീണ്ടും റിലേഷൻഷിപ്പ് ഇല്ലാതാക്കാനല്ലേ ആ ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി കാരണമാവുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുകയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തുറന്ന് പറയുക, ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറരുത്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കത് വിഷമം മാത്രമാണ് കിട്ടുന്നത്, അപ്പം ഞാൻ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതല്ല എന്നുള്ള കാര്യം വളരെ സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് അവരോട് അവതരിപ്പിക്കുക. അതല്ലാതെ മറച്ചു വെക്കരുത്. ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് വേദനകൾ സഹിച്ചിരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 3 രീതിയിലാണ് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ ബന്ധം തകരാനായിട്ട് അധിക നാളൊന്നും വേണ്ടി വരില്ല. ഈ 3 കാര്യങ്ങൾ ശരിക്കും കാരണങ്ങളാണ് ഒരു ബന്ധം ഇല്ലാതാവുന്നതിൻ്റെ. സോ ഇതിലേതെങ്കിലുമൊക്കെ രീതിയിലാണ് നിങ്ങളുടെ ബന്ധങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, ആ ബന്ധം എന്നും വേണമെന്ന് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്